മുണ്ടത്തിക്കോട് സ്ഫോടനത്തിൽ DNA പരിശോധന നടത്താൻ പോലും കഴിയാത്ത ഭീതിയിൽ ശരീരഭാഗങ്ങൾ ചിഹ്നിച്ചതിരെയെന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ഫോറൻസിക് സർജൻ മേധാവി ഹിതേഷ് ശങ്കർ 24-നോട് വികാരത്തിന് അടിമപ്പെടാതിരിക്കാൻ പരമാവധി ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എങ്കിലും പലപ്പോഴും ഉള്ളുലഞ്ഞു പോകുമെന്നും ഹിതേഷ് ശങ്കർ പറഞ്ഞു. ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ അടക്കമുള്ള റിപ്പോർട്ട് ഉടൻ സർക്കാരിന് സമർപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ ശരീരഭാഗങ്ങൾ ചിതറിക്കെടുക്കായിരുന്നു. ഈ ബ്ലാസ്റ്റിൻ്റെ ഇഫക്റ്റ് കാരണവും അതുപോലെ തന്നെ ബേൺസിൻ്റെ ഇഫക്റ്റും കാരണവും ചാറിങ് ആയിട്ട് ബോഡിയൊക്കെ കരിഞ്ഞ് അവശിഷ്ടങ്ങളായി മാറിയിരിക്കുന്നു. നമ്മളെയും കരളലിയിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അവരുടെ സങ്കടം കാണുമ്പോഴും. പക്ഷെ നമുക്ക് സങ്കടത്തിനേക്കാളും കൂടുതൽ നമ്മൾ ഉത്തരവാദിത്തമാണ്. നമുക്കത് ഉത്തരവാദിത്തം നടപ്പിലാക്കണമെങ്കിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം. വികാരത്തിന് അടിമപ്പെട്ടാൽ നമ്മളെ വർക്ക് നടക്കില്ല. അത് കാരണം ഒരാൾക്ക് പോലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഒരാളുടെ ശബ്ദം പോലും മോർച്ചയുടെ പുറത്തുനിന്ന് പൊന്തിയിട്ടില്ല. ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിട്ടില്ല. മുൻകരുതലുകൾ നമുക്ക് ഉണ്ട് എപ്പോഴും. അത് നടപ്പിലാക്കാൻ വരുന്ന എന്നുള്ള വീഴ്ചയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. വാക്കിൽ മാത്രമാണ് ഇത്. അത് മാറി അത് നടപ്പിലാക്കാനുള്ള സ്റ്റെപ്സ് എടുത്താൽ നമുക്കത് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഇത് നിരോധിക്കലല്ല ഇതിൻ്റെ ഒരു രീതി. അത് ശക്തമായിട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാക്കുകയാണ് അതിൻ്റെ ഒരു രീതി. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര അപകടത്തിൽ ജീവൻ നഷ്ടമായവർക്ക് ധനസഹായവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കുടുംബ ട്രസ്റ്റ് മരിച്ചവരുടെ കുടുംബത്തിന് 1 ലക്ഷം രൂപ വീതം സഹായം നൽകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.